അതേപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള വ്യാജ ദൈവങ്ങളും പുറത്തേക്ക് കിടക്കുന്നു. അവിടെ യഥാർത്ഥത്തിലുള്ള നാഥൻ നമ്മുടെ സൃഷ്ടാവ് മാത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇതാണ് ആ രംഗത്ത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സഹോദരി പറഞ്ഞ മാനവികത എന്ന ആശയത്തോട് ഇസ്ലാം യോജിക്കുന്നു. പക്ഷെ ആ മാനവികത പ്രയോഗവൽക്കരിക്കുന്നതിന് ഇസ്ലാമിന് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. അത് സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന ഒരു ദർശനത്തിൽ ഊന്നിക്കൊണ്ടാണ് മാനവികതയുടെ പ്രയോഗവൽക്കരണം നടക്കേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഹലോ, എൻ്റെ പേര് മുഹമ്മദ് അഫ്സൽ. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. കൊല്ലത്ത് താമസിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രസംഗൻ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി. ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും എല്ലാം പറയുകയുണ്ടായി. പ്രാസംഗികൻ പറയുകയുണ്ടായി, മരണം ഒരു യാഥാർത്ഥ്യമാണെന്നും മരണത്തിന് ശേഷമുള്ള ജീവിതവും ഒരു യാഥാർത്ഥ്യമാണെന്നും സ്വർഗം നരകം ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്നും പറയുന്നു. ഒരു സംഗതി യാഥാർത്ഥ്യമാകണമെങ്കിൽ മനുഷ്യന്റെ പരിമിതമായ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യമാകുന്നത്. മരണം എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്, കാരണം നമ്മളത് അനുഭവിക്കുന്നു. പക്ഷെ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം യാഥാർത്ഥ്യമാണെന്ന് പറയുവാനുള്ള അടിസ്ഥാനം എന്താണ്? മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ് എന്ന് പറയാനുള്ള അടിസ്ഥാനം എന്താണ് എന്നാണ് ബഹുമാനായ സിവിൽ എഞ്ചിനീയറായ മുഹമ്മദ് അഫ്സലിന്റെ ചോദ്യം. യാഥാർത്ഥ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സങ്കല്പം ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്ഥലത്തിലേക്ക് ഇറങ്ങി വന്നു എന്നൊരു ആശങ്കയുണ്ട്. എന്താന്ന് വെച്ചാൽ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കുന്നത് എന്നൊരർത്ഥമില്ല. ഇന്ദ്രിയങ്ങൾക്ക് പുറത്തും യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കാൻ കഴിയുന്നത്, ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഈ പദാർത്ഥ ലോകത്തെ തന്നെ ചെറിയ ലോകത്തെ കുറിച്ച് മാത്രമാണ്. ഇപ്പോ നമ്മുടെ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണും കാതും മൂക്കും നാക്കും ത്വക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? പരിമിതമായ കഴിവുകളുള്ള ചില ഓർഗൻസ് മാത്രം. കണ്ണ് വിബ്ജിയോറെ നമുക്ക് കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. വിബ്ജിയോറിനപ്പുറത്ത് അൾട്രാവയലറ്റും ഇൻഫ്രാറെഡും ഉണ്ട്. നമ്മുടെ അനുഭവത്തിലേക്ക് അത് വരില്ല. അതുണ്ടാക്കുന്ന പ്രതിഫലനം മാത്രമാണ് നമ്മൾക്ക് അളന്നുകൊണ്ടാണ് നമ്മൾ വിബ്ജിയോർ അൾട്രാവയലറ്റിനെയും ഇൻഫ്രാറെഡിനെയും എക്സ്റേസിനെയും എല്ലാം കുറിച്ച് മനസ്സിലാക്കുന്നത്. 20 മെഗാഹെർട്സിനും 20,000 മെഗാഹെർട്സിനും നടുവിലുള്ള ആ തരംഗദൈർഘ്യമുള്ള ഈ ഫ്രീക്വൻസിയുള്ള സൗണ്ട് മാത്രം നമുക്ക് കേൾക്കാൻ കഴിയും. അതിനർത്ഥം അതിനപ്പുറത്തും ഇപ്പുറത്തും സൗണ്ട് ഇല്ല എന്നല്ല. അതിനപ്പുറത്തും ഇപ്പുറത്ത് സൗണ്ട് ഉണ്ടെന്ന് മാത്രമല്ല, നമ്മളെക്കാളും കേൾക്കാൻ കഴിയുന്ന ജീവികളുണ്ട്. വവ്വാലിന് നമ്മളെക്കാളും ശബ്ദവീചികളെ കേൾക്കാൻ കഴിയുന്ന ജീവിയാണ്. അപ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തും യാഥാർത്ഥ്യങ്ങൾ. ഇനി ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം അനുഭവപ്പെടുമല്ലോ. ഇതെല്ലാം ഇൻഫ്രാറെഡ് ആണെങ്കിൽ അനുഭവപ്പെടാം. അതിന് മറ്റു മാർഗങ്ങളുണ്ട്, അതിന് പ്രതിഫലനങ്ങളുണ്ട്. പക്ഷേ ഈ അനുഭവം എന്നുള്ളത് തന്നെ നമ്മുടെ ലോകവീക്ഷണത്തിൽ വളരെ പരിമിതമായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഫിസിക്സ് പറയുന്നത് പ്രപഞ്ച വികാസ സിദ്ധാന്തമാണ്. ഫിസിക്സിന്റെ പുതിയ ലോകസങ്കല്പം മാറ്റിമറിയാൻ പോവാണ്. അടുത്ത സേണിൽ നടന്ന പുതിയ ഗവേഷണങ്ങൾ വഴി പ്രകാശത്തെക്കാൾ പ്രവേഗമുള്ള ന്യൂട്രിനോകളെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവകാശവാദം. അത് വേറെ വിഷയമാണ്. ഞാൻ പറയുന്നത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം വികസിക്കുന്നു എന്ന യാഥാർത്ഥ്യമായി ശാസ്ത്രലോകം ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്. പ്രപഞ്ചം വികസിക്കുന്നുണ്ടെങ്കിൽ 1400 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള നമ്മുടെ ഒരു ഗാലക്സി, ആ ഗാലക്സി നമ്മോട് പ്രകാശത്തോടടുത്ത പ്രവേഗത്തിൽ ദൂരെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഗാലക്സി എത്ര ശക്തമായ കഴിവുള്ള എത്ര ശക്തമായ ടെലസ്കോപ്പുകൾ നമ്മൾ കണ്ടുപിടിച്ചാലും ഒരിക്കലും ആ ഗാലക്സി നമുക്ക് കാണാൻ കഴിയില്ല. അതിനപ്പുറത്തുള്ള പ്രപഞ്ചം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രപഞ്ചം അതിന്റെ ഒരു എത്ര ശതമാനം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ 10,000 കോടിയോളം ഗാലക്സികളെ നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പൊ നമുക്കൊരിക്കലും കാണാൻ കഴിയാത്തൊരു പ്രപഞ്ചം ഉണ്ട്. ഇനി സൂക്ഷ്മ പ്രപഞ്ചത്തിലേക്ക് വന്നാലോ, സൂക്ഷ്മ പ്രപഞ്ചം ആറ്റോമിക് ഫിസിക്സിലെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടാത്തൊരു പ്രിൻസിപ്പിളാണ് ഹീസിൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ചിലപ്പോൾ നിങ്ങളെല്ലാം പിന്നെ എന്റെ എഞ്ചിനീയർ സാറ് ചിലപ്പോ പിന്നെ 12th പഠിച്ചിട്ടുണ്ടാവും. ഹീസിൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹീസിൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ആറ്റോമിക ലോകത്തെ, ന്യൂക്ലിയർ ലോകത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. ഹീസിൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒരു പ്രിൻസിപ്പിളാണ്, ഫിസിക്സിലെ ഒരു പ്രിൻസിപ്പിളാണ്, അനിശ്ചിതത്വ സിദ്ധാന്തം. എന്താണത്? ഒരിക്കലും തന്നെ ഒരു ഇലക്ട്രോണിന്റെ മൊമെന്റവും അതിന്റെ സ്ഥാനവും ഒരേ സമയത്ത് നിർണ്ണയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇലക്ട്രോണിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ, ആറ്റത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ, പദാർത്ഥ ലോകത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യർ എത്ര വികസിച്ചാലും കഴിയില്ല എന്നത് ഒരു സിദ്ധാന്തമാണ് ഇന്ന് ശാസ്ത്രലോകത്ത്. അപ്പോ മനുഷ്യന്റെ അനുഭവത്തിലുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതേതായാലും ശരിയല്ല. ഇനി എങ്ങനെയാണ് പരലോകം യാഥാർത്ഥ്യമാണെന്ന് പറയാം?